ഗൈസ്, എല്ലാവരും അവധിയായിട്ട് എന്താണ് ചെയ്യുന്നത്? എൻ്റെ ചെറിയ ഗാർഡനും ചെറിയ കുഞ്ഞു കുഞ്ഞു കൃഷിയൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഈ പൂവിന് നിത്യകല്യാണി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പേര്? കമൻറ്റ് ചെയ്യൂ. പിന്നെ ഈ പൂവിൻ്റെ പേരും എനിക്കറിയില്ല, കണ്ടപ്പോൾ ഇഷ്ടം തോന്നി കൊണ്ടുവന്ന് നട്ടു. ഇതിൻ്റെയും പേര് എനിക്കറിയില്ല ഗേസ്, അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇത് അതുപോലെ പൂവ്, പണ്ടൊക്കെ എല്ലാവരുമൊക്കെ കല്യാണത്തിനും മറ്റുമൊക്കെ തലയിൽ വെച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഇത് ബന്ദി, ജമന്തി. പുള്ളിയൊക്കെ മുളച്ച് വന്നപ്പോൾ ഞാനത് നട്ടു വെച്ചതാണ്. പിന്നെ ഇതൊരു ഓർക്കിഡാണ്. പിന്നെ ചെത്തി. പിന്നെ എൻ്റെ വേപ്പാണ് ഗൈസ്. എല്ലാം ചിത്രശലഭ പുഴുവൊക്കെ കയറി തിന്ന് ഇലയൊക്കെ മൊത്തം പോയിരിക്കുകയാണ് ഗൈസ്. പിന്നെ കറ്റാർവാഴയും കാന്താരിയും. കറ്റാർവാഴ ആദ്യമേ നട്ടതാണ്, കൂടെ കാന്താരി കൂടി മുളച്ച് വന്നു. പിന്നെ ഇതൊരു പൂവുണ്ടാകുന്നൊരു ചെടിയാണ്. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കാന്താരി ചെടികളാണ് ഗൈസ്. പിന്നെ ഇതെന്താണെന്ന് പറയാമോ? ഇതാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് വെളുത്ത് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതൊന്ന് നട്ട് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോൾ ഇത് വലുതായി ഉണങ്ങിക്കഴിഞ്ഞ് ഇത് വിളവെടുക്കാൻ പാടുള്ളൂ എന്ന് കണ്ടു. ഉണ്ടാവുമെന്ന് നോക്കാം. വിളവെടുക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്നതാണ് ഗൈസ്. പിന്നെ ഇത് മുളച്ച് വന്ന സവോളയും മറ്റുമൊക്കെ ഞാൻ നട്ട് വെച്ചതാണ് ഗൈസ്. ഞങ്ങളുടെ കല്യാണിപ്പെണ്ണിനെ കണ്ടു, അവൾ വീണ്ടും പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവളുടെ വയറ്റിൽ. നിന്നെ കണ്ട അവൾ പേടിച്ചു പോയടാ. അടുത്തട കൊണ്ട് കേട്ടോ, അവൾ പേടിക്കും. പോറ്റാ ഗൈസ്, ഇത് ഞാൻ നടാൻ വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പൊന്നോ. പിന്നെ ഞങ്ങളുടെ സപ്പോർട്ടക്കുട്ടനെ കണ്ടു ഗൈസ്. സപ്പോർട്ട കായൊക്കെ ഞാൻ പറിച്ച് വയ്ക്കും, എനിക്ക് ഇഷ്ടമാണിത് കഴിക്കാനായിട്ട്, നല്ല മധുരമാണ്. കുറുമ്പൻ്റെ ഒരു കുസൃതി. കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ വലുതാവട്ടെ. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേനി. ചേട്ടാ